ഞാൻ കുറേ ദിവസമായിട്ട് ഈ യൂട്യൂബിൽ ഹൈറിച്ചിനെ പറ്റിയൊരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നല്ല, എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പ്രഷർ അടിച്ചു. എൻ്റെ സിസ്റ്റർ പറഞ്ഞോടെ നീ വിട്ടേക്ക്, ഇനി വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഉമ്മ പറഞ്ഞു, നീ അതൊന്നും വിട്ടേക്ക് സൈറെ, നീ ഹൈറിച്ചിലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഒരു കാര്യത്തിൽ നിൽക്കണ്ട. പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞു, നിങ്ങളെന്തിനാ വെറുതെ പോകുന്നത്, നിങ്ങൾക്കൊന്നിനും ഇല്ലാത്തതാണല്ലോ, നിങ്ങളെന്തിനും പോകേണ്ട ആവശ്യമില്ല, ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ നിന്ന സമയത്ത് ഞാൻ 2 വീഡിയോ ഇട്ടിന് കേട്ടോ. ആദ്യം ഹൈറിച്ചിനായിട്ട് ഞാൻ വാദിച്ചതായിരുന്നു, പിന്നെ ഹൈറിച്ചിനായിട്ട് പ്രതികരിക്കാനുള്ള കാരണം, വാദിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ടുള്ള വാദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നല്ല കമ്പനിക്ക് നല്ല ബിസിനസ് ഉണ്ട്, OTT ഉണ്ട്, OTT ഷെയർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ക്രിപ്റ്റോ കറൻസി ഉണ്ട്, നല്ല ഫ്യൂച്ചറിൽ വലിയതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റിലാണ് ഇവർ വരുമാനം ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ നമുക്കിത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ല നടക്കുന്ന സംഭവങ്ങളാണ്. ഫ്യൂച്ചർ ഇപ്പം കറൻ്റ്ലി നല്ല ഇതുള്ള സംഭവമാണ്. ക്രിപ്റ്റോ കറൻസി വരാൻ പോകുന്ന ഫിസിക്കൽ മണിയാണത്. ഇന്ന് ഡിജിറ്റൽ ആണെങ്കിൽ അതാണ് ഇനി നാളത്തെ അസറ്റ്. പിന്നെ അതേപോലെ തന്നെ മാട്രിമോണിയത്തിൻ്റെ എന്തോ തുടങ്ങുന്നുണ്ട് പോലും, വേറെ എന്തെല്ലോ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ വിചാരിച്ച് അതിന് ഞാൻ ഇതാക്കി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നേരം ഞാൻ ഈ ഐറിച്ചിനോട് അനുവാദം ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ ഐറിച്ച് എനിക്കെന്ത് പൈസ തന്നിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടോ അല്ല. ഞാനെന്നൊരു വ്യക്തി, എനിക്ക് ചാനൽ കുറേ കൊല്ലമായിട്ടുണ്ട്. 2025 ഞാൻ ഓപ്പൺ ആക്കിയ ഒരു ചാനലാണ്. എൻ്റെ ഒരു സ്വമേധയാ ഞാൻ ചെയ്തതിന് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. എനിക്ക് മോണിറ്റൈസേഷൻ ആകാത്തൊരു ചാനലായിരുന്നു എൻ്റെത്. അതിന് എല്ലാ ഹൈറിച്ചിലെ ആൾക്കാരോടും, ഹൈറിച്ചിനെ എതിർക്കുന്ന ആൾക്കാരോടും താങ്ക് യു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഹൈറിച്ചിനെതിരെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ളത്. അതിനു മുമ്പേ ഇന്ന് നമ്മളെ ഈ അയ്യൂബ് ഖാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയിട്ട്. സെയ്ർ, നിങ്ങൾ കുറേ ആളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായാലും നമുക്ക് അറിയുന്നുണ്ട് കാര്യങ്ങളും അതും ഇതും. ഞാൻ പറയട്ടെ, ഞാനുള്ള സത്യമാണ് പറയുന്നത്. എനിക്ക് നിങ്ങൾ ഒരാൾ ഒരു പൈസ തന്നില്ല, എനിക്ക് എതിർഭാഗത്തുനിന്ന് ഒരു പൈസയും കിട്ടിയാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വലിയ പൈസ ഒന്നും ആയിട്ടില്ല. എനിക്ക് ₹1 കിട്ടിയിട്ടില്ല ഇതുവരെ. 2015 തൊട്ട് തുടങ്ങിയിട്ടാണെങ്കിലും എനിക്കൊരു പൈസ ചിലവില്ല, ഇതുവരെ പൈസ ഒന്നും കിട്ടാത്തൊരിതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനീ പറയുന്നത് വെച്ചാൽ എനിക്കൊരു ശരിയെന്നത് കാര്യം സംസാരിക്കുന്നതാണ്. ഞാൻ ഇതൊരു ജനാധിപത്യ രാജ്യത്തിലൊരു കാര്യമാണ്. എനിക്ക് ശരിയെന്നൊരു പറയുന്നൊരു കാര്യം ഞാൻ പറയുകയാണ്, വേറൊന്നുമല്ല. പിന്നെ അതേപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള ഗ്രൂപ്പിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചിലതെല്ലാം ഷെയർ ചെയ്തിട്ടില്ല. ഞാനൊരു പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. പിന്നെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾ ഇതാക്കി, അഡ്മിൻസ് ഓൺലി ആക്കി, നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവുകളാക്കി, നമ്മളെ പുറത്താക്കി, അങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നെ പിടിച്ച് തോണ്ടിയിട്ടെന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യൂബ് ഖാൻ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അയ്യൂബ് ഖാനെ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ച ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ, അയ്യൂബ് ഖാനോട് ഞാൻ പറഞ്ഞു, അയ്യൂബ് ഖാൻ എന്ന് വല്ലത് ചെയ്യണം, നമുക്ക് കമ്പനി ഇങ്ങനെ പോകുന്നത് ശരിയല്ല ബാധിക്കുന്ന സമയത്ത്. അന്നേരം അയ്യൂബ് ഖാൻ എന്നിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് ആകുന്ന സമയത്ത് സുജിത്ത് തിരുവമ്പാടി എന്ന ഒരാൾ, ആളെ ഞാൻ നേരിൽ കണ്ടിട്ടൊന്നുമില്ല. വാട്സപ്പിൽ ഇങ്ങനെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ യൂട്യൂബിൽ. അങ്ങനെ അതിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം 2-3 ദിവസം 3-4 ദിവസത്തെ പരിപാടിയാണ് സംഭവം. എനിക്ക് ഉറങ്ങാനും വിടുന്നില്ല, ഇതും ആക്കുന്നില്ല, എന്നെ ഫുള്ള് ഞാൻ നല്ലതെന്ന് വിചാരിക്കും. എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഇടാനുള്ള വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ, കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതിൽ. എന്നുവെച്ചാൽ സാധാരണക്കാർ വീട്ടമ്മമാർ, അംഗവൈകല്യമുള്ള ആൾക്കാർ, വീട്ടിലത്തൊക്കെ കല്യാണത്തിന് പൈസ മാറ്റി വെച്ച ആൾക്കാർ, വീട് പണയം വെച്ച ആൾക്കാർ, എന്താ പറയുക, കടം വാങ്ങിയ ആൾക്കാർ, ലോണ് വാങ്ങിയ ആൾക്കാർ, ബാങ്ക് ജപ്തി ഭയന്നിരിക്കുന്ന ആൾക്കാർ, അവർ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇട്ടിട്ടും അതും പറഞ്ഞിട്ട് പുറമേന്നും പൈസ ഇട്ട ആൾക്കാർ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന കുറേ ഇതാക്കി. ഞാൻ ആദ്യത്തെ ഇതിന് പറയാം, ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിക്കുന്നത്, നല്ല കമ്പനിയാണല്ലോ, എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും, ഇങ്ങനെ ഇതാകുന്ന നേരം എത്ര ആൾക്കാർക്ക് ഇതെന്നെല്ലാം വിചാരിച്ചൊരാളനും. അങ്ങനെ ഈ സുജിത്ത് തിരുവമ്പാടി, അദ്ദേഹത്തിനൊരു പേഴ്സണലായിട്ടൊരു ഇതുണ്ടായിരുന്നു. അയാളെന്തോ പൈസ വാങ്ങാനാണോ, അല്ലെങ്കിൽ അയാളെന്തോ ആർക്കും പൈസ കൊടുത്തു എന്നോ, അല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടാനാണോ എന്താണെന്നറിയില്ല. അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അത് അവരുടെ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, കമ്പനി തിരിച്ചു വരണം, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന് നമുക്ക് ലീഡർമാരിലൊന്ന് കോൺടാക്ട് ചെയ്യിക്കണം, പ്രതാപനൊന്ന് കോൺടാക്ട് ചെയ്യണം, ശ്രീനാഥനൊന്ന് കോൺടാക്ട് ചെയ്യണം കാര്യങ്ങൾ. അങ്ങനെ ഞാൻ എന്താക്കി, ഞാനൊരു 4 ആളെ കോൺടാക്ട് ചെയ്യിച്ചു കൊടുത്തു.
അയ്യൂബ് ഖാൻ, അബ്ദുൽ ബാരി, ശ്രീന മാഡം, പ്രതാപിന്. പിന്നെ അതും പറഞ്ഞിട്ട് ഈ സിജുവാ ആ തിരുവമ്പാടി ഉണ്ടല്ലോ മൂപ്പറ് ഈ പ്രതാപന്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് സംഭവം ഇതിനെ ഹൈറിച്ചിനെ തകർക്കുന്ന പറഞ്ഞാൽ ഹൈറിച്ചിനെ വേറൊരു ടീമാണ്, അത് കുറേ കമ്പനികൾ ചേർന്നിട്ട് ഫണ്ടിങ് നടത്തിയൊരു ടീമാണ് ചെയ്യുന്നത്. അവർ ആ ഫണ്ടിങ് വാങ്ങിയിട്ട് എന്താക്കി ഇതിനെ ഇപ്പം തകർത്തിട്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ ഹൈറിച്ച് വളർന്നിരുന്ന വെച്ചാൽ ജനങ്ങൾ ആരും ഈ അവരുടെ കമ്പനികളിലേക്ക് പൈസ കൊടുക്കുന്നില്ല, അങ്ങനെ എന്നെല്ലാം പറഞ്ഞു. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് പ്രക്ഷോഭം നടത്തണം, പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതിനെതിരെ കുറേ കേസുകൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നാലും എന്താക്കി ഞാനൊരു സാധാരണക്കാരൻ, നമ്മൾ ഇത് നല്ല ഐഡിയ ആണല്ലോ, ശരിയാണല്ലോ, കമ്പനി തിരിച്ചു വരുമല്ലോ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് ഈ അയ്യൂബ് ഖാനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അബ്ദുൽ ബാരിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അബ്ദുൽ ബാരിനെ വിളിച്ചേരം അബ്ദുൽ ബാരി പറഞ്ഞ് ഞാൻ ടൂറിലാണ്, എന്നെ ഇപ്പം വിളിക്കല്, ഞാൻ പിന്നെ ഇതാക്കാന്ന്. പിന്നെ ശ്രീന മാഡം മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ അതേപോലെ തന്നെ പ്രതാപം മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ അയ്യൂബ് ഖാനും ചില വാക്കുകൾ സംസാരിക്കാനുണ്ട്. എനിക്ക് നല്ല ടേംസിലായിരുന്നു അന്നേരം, ഒന്നും ഇതാക്കുന്നില്ല. ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടി അന്നേരം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ചെയ്യുന്ന ആ സമയത്ത് അബ്ദുൽ ബാരി എന്ന് പറഞ്ഞ ആളുകൾ ഈ ടൂറിനൊക്കെ പോകുന്ന എങ്ങനെയാ മനസ്സ് വരിക എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സെക്കൻഡറി, അത് നമുക്ക് ഫീൽ ബാഡായ ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതാക്കിയില്ല. അങ്ങനെ എന്താക്കി ഈ തിരുവമ്പാടി എന്താക്കി, സുജിത്ത് തിരുവമ്പാടി ഈ 2 ഗ്രൂപ്പിൽ ലിങ്ക് എനിക്ക് അയച്ചത്. എന്ന് വെച്ചാൽ ജെന്യൂന് ഇതന്നെ ഹൈറിച്ച് ജെന്യൂന് ഫ്രോഡ് ഗ്രൂപ്പും, പിന്നെ അതേപോലെ തന്നെ ഹൈറിച്ചിന്റെ ഒരു ഐറിച്ചിന്റെ ഒരു ഗ്രൂപ്പ്, അത് ഹൈറിച്ചിന് നീതി കൊടുക്കുന്ന പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്, ഇംഗ്ലീഷിൽ വേറൊന്നൊരു പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ 2 ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടി. ഞാൻ 2 ലിങ്ക് കയറി. പിന്നെ ഒരു ഗ്രോമാർട്ടിന്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ അതിലൂടെ കയറി. ഗ്രോമാർട്ട് എന്താന്നുള്ളത് അത് ഈ ഹൈറിച്ചിലെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോമാർട്ട് തട്ടിപ്പ് കമ്പനിയാണ്, ഇതിന്റെ പാരലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ഹൈറിച്ച് വേറെ ഗ്രോമാർട്ട് വേറെ, പക്ഷെങ്കിലോ ഇതേപോലത്തെ ഒരു തട്ടിപ്പ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അതിൽ ഞാൻ ജോയിൻ ആക്കി. അങ്ങനെ ഞാൻ ഗ്രോമാർട്ടിൽ ഞാൻ ചോദിച്ചു നോക്കി, എന്താ നിങ്ങളെ ബിസിനസ് എന്താണ്. ഇതുവരെ എനിക്ക് അതിന് റിപ്ലൈ കിട്ടിയില്ല. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ നോക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നെ തോണ്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നത്. ഇവ എന്നെ ഭീഷണിപ്പെടുത്തിയല്ല, അയ്യൂബ് ഖാൻ നിങ്ങൾക്കെതിരെ നല്ല വീഡിയോ ഉണ്ട്, ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ ഓഡിയോയിലെല്ലാം വരുന്നത്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഞാനൊന്നും ലാഭം ഉണ്ടാക്കിയിട്ടില്ല, ഞാനൊന്നും അതിൽ ഇതില്ല. ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കും എന്നുള്ള എനിക്ക് തോന്നിയത്. അത് ശരിയപ്പം നിങ്ങൾക്ക് ഇത് ശരിയാണെന്നില്ല, അത് സെക്കൻഡറി. അങ്ങനെ അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താക്കി ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ എന്നോട് ഞാൻ കുറേ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ വീഡിയോ ഇട്ട ഒരാളാണത്. അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് അതിലുള്ള അഡ്മിൻസ് നസീർ ആയിക്കോട്ടെ, ജോണി ആയിക്കോട്ടെ, പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്ന് എന്നോട് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് മാത്രമൊന്നുമല്ല, സ്വരൂപ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ ജോ ഉണ്ട്, ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇവരെല്ലാം എന്നോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അവരെ അന്നത്തെ ആ ദേശീയ പ്രകടനം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവർ എന്നോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു, കുറേ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ എനിക്ക് തന്നെ ഉത്തരം കിട്ടില്ല. കാരണം ഈ ഇത്രക്കായിരം കമ്പനിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 600 സംതിങ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ എവിടെയല്ല ഉള്ളത്, ഏതൊക്കെയാണ് അഡ്രസ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതാണ് ഷോപ്പ്, അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടോ, അവരുടെ റവന്യൂ അറിയാവോ, ഇതുവരെ ഇവർ ബാലൻസ് ഷീറ്റ് വിട്ടിട്ടുണ്ടോ, ഇവർ എന്താണ് ബിസിനസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇവരുടെ ട്രേഡ് ലൈസൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പക്കയാണോ, ഇങ്ങനെല്ലാം ചോദിച്ച്. പക്ഷെ അതെല്ലാം ഞാൻ നോക്കുന്നേരോ ക്ലിയർ ആയിട്ട് എനിക്കൊരു ഇതുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ചെറിയ ഗ്രോസറി എന്ന് പറഞ്ഞാൽ ചെറിയ കടകൾ, പലചരക്ക് കടകൾ, അല്ലെങ്കിൽ ഒരു മിനി മാർട്ട് പോലത്തെ കടകൾ, അല്ല അങ്ങനത്തെ സീനാണ്. അപ്പോൾ ഒരു പലചരക്ക് കടക്കാർക്ക് ഒരു മാസത്തിൽ ഒരു 15,000 20,000 മിച്ചം വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഇത് അവിടുത്തെ വാടക അല്ലെങ്കിൽ അത് ഇതെല്ലായിട്ട്. അതുമല്ല ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഫ്രാഞ്ചൈസി അതിനോട് കൊടുക്കുന്നത്, അതായത് ഹൈറിച്ചിൻ്റെ ഒരു ഫ്രാഞ്ചൈസി മേടിക്കുന്നതിന് കടക്കാർ അങ്ങോട്ട് 1,00,000 മുകളിൽ അങ്ങോട്ട് കൊടുക്കണം. അവിടുന്ന് സാധനം മേടിച്ചാൽ ഇവർ ഇങ്ങോട്ടേക്ക് വേറെയും പൈസ തരുന്നുണ്ട്. പിന്നെ നമ്മൾ പൈസ ഇടുന്നേരം സ്പോട്ടിൽ വേറെയും പൈസ തരുന്നത്. പിന്നെ ഒരു 6 കൊല്ലത്തിനിടയിൽ നമുക്ക് 10 ഉറുപ്പ്യ ഇട്ടിട്ട് 30 ഉറുപ്പ്യ ആയിട്ട്
തിരിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേരം ഞാൻ അധികം വിജയ മന്ദിരയിൽ അതിലൊന്നും എനിക്ക് കയറാത്ത ഒരാളാണ്. അപ്പം പിന്നെ എന്നിട്ട് ഞാനെപ്പോൾ എന്താ ചിന്തിക്കുക, എൻ്റെ കുറച്ച് പൈസ ഉണ്ട്. എൻ്റെ പൈസ എത്രയാന്ന് പറഞ്ഞാൽ ഞാൻ 50,000 ഉറുപ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അണ്ടറിൽ വേറെ ചങ്ങായി ഉണ്ട്, ഒരു 30,000 ഉറുപ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സിസ്റ്റർ 60,000 ഉറുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ എൻ്റെ ബ്രദർ 30,000 ഉറുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ പൈസ പോയിട്ടില്ല. പക്ഷെങ്കിലോ എൻ്റെ പൈസ ഇട്ടിനല്ലോ, ആ കമ്പനിയിൽ ഉണ്ടല്ലോ. ഓക്കെ, ഇതെല്ലാം. പക്ഷെ ഈ പറയുന്ന ആൾക്കാരിൽ ഞാൻ അതിനെ കൈവിട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും മൈൻഡിൽ നിന്ന് വിട്ടു. അതേപോലെ തന്നെ കമ്പനി തിരിച്ചു വരുള്ളൂ എന്നുള്ള ഉറപ്പിച്ച്. കാരണം എന്ന് വെച്ചാൽ അവർ സെഷൻ കോടതിയിൽ വലിയ വാദം ഉണ്ടായിരുന്നു, തോറ്റുപോയി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹൈക്കോടതിയിൽ വാദം ഉണ്ടായിരുന്നു, തോറ്റുപോയി. ഈ രണ്ട് സൈഡിൽ നിന്നും ഇതൊരു മണി ചെയിനാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചെറുപ്പ് പോലീസ് സ്റ്റേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളക്ടർ അവിടെ ഇത് ചെയ്യിച്ചിട്ടുണ്ട്, ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മണി ചെയിനാന്ന് പറഞ്ഞിട്ടാണ് ഫ്രീസ് ചെയ്യിച്ചത്. ED ഫ്രീസ് ചെയ്യിച്ചു, അതും മണി ചെയിനാന്ന് പറഞ്ഞിട്ടാണ് ചെയ്യിച്ചത്. ഓക്കെ, പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതാക്കി. പിന്നെ ഈ ഹൈക്കോടതിയിൽ എന്തൊരു അൺഫ്രീസിങ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് അൺഫ്രീസിങ് അത് എടുത്തു മാറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. പക്ഷേ അതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നോ പ്രോബ്ലം, ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ വീണ്ടും ഫ്രീസിങ് ആയി. അപ്പം ഇതാണ് ഇപ്പം സംഭവിച്ചത്. ഇനിയിപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്, ഇവർ എന്താ ചെയ്യുന്നത്, ഇപ്പം ഫ്രീസ് ആയത് അൺഫ്രീസ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇവർ വാദിക്കുന്നത് OTT അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനി കമ്പനി വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്ന ഉറപ്പാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരുടെ പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ അതേപോലെ തന്നെ ഇവർ ഇന്ന് തരും, നാളെ തരും, ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞിട്ട് കുറേ കളിപ്പിച്ചു. അപ്പം ഞാനെന്നൊരു വ്യക്തി, ഞാൻ ഇന്ത്യയിൽ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ ഒരാളെ മോശമായിട്ടില്ല പറഞ്ഞത്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെൻ്റെ അവകാശമാണ്, അതിനൊരു തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞതിന് എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഭീഷണി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവനും ഒരു അയ്യൂബ് ഖാനും ഭീഷണി പറഞ്ഞു. അതേപോലെ തന്നെ പേഴ്സണലായിട്ട് വേറൊരു ഭീഷണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ എന്നെ ഇന്ത്യയിൽ കാല് കുത്തിക്കൂലാന്ന്. എന്ത് കാല് കുത്തിക്കൂലാന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെതിരെ ഞാൻ സംസാരിച്ചു, നിങ്ങൾ അത്ര വലിയ പ്രബലരായി, നിങ്ങളടുത്ത് പൈസ ഉണ്ട് കേട്ടോ, നിങ്ങളടുത്ത് വലിയ പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് വെച്ചു, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? തല ഇറക്കുക. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം, ഞാൻ ഒരു മനുഷ്യനാണ്. ഞാനിപ്പോൾ നാളെ ജീവിക്കുകയോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാനതിൽ. എല്ലാവരും ശരിയല്ല, ഒരിക്കലും ഒരു അഹങ്കാരത്തിലൂടെ വർത്തമാനം പറയുക, അഹങ്കാരത്തോട് ഇതായിട്ടൊന്നും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസം, ഒരു ഇതില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങളെ ഉമ്മാക്കി വേണ്ടിയിട്ട് പേടിപ്പിക്കുന്നത് എന്തിനാ? ഇനിയിപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തെന്ന് വിചാരിച്ചോ, ഞാൻ പോയിട്ട് ജയിലിരിക്കും. അതിനിപ്പോൾ എന്താ? നല്ല ചോറ് കിട്ടും, ഞാൻ തിന്നു, പ്രശ്നമില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ഇതിലാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾക്കെതിരെ വരുന്ന കേസുകൾ എന്തായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ച് വെക്കില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റൂല, നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റൂല. കാരണം നിങ്ങൾ കുറേ ആളെ പറ്റിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ എവിടെ ഓടിപ്പോവും? നാട് നീളം ഓടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ജയിലിലാക്കും. ഏത് ED, CBI, NIA കേസ് പോയി അറിഞ്ഞാൽ അതെന്തുകൊണ്ടാണ്? അത് ഞാൻ കണ്ടിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ കേസ് കൊടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ട്, നിങ്ങൾ ഈ വൺ സൈഡ് ഒരു ക്ലിപ്പ് മാത്രം ഇടുന്നത്. അവരെ പേഴ്സണലായിട്ട് ആ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഇതിൽ പേഴ്സണലായിട്ട് ഒരു സ്ത്രീ പോയിട്ട് ഭീഷണിപ്പെടുത്തി, വലിയ ചീത്തയെല്ലാം പറയുന്ന പോലത്തെ രീതിയിൽ ഇതാക്കി. ആ പ്രകോപനത്തിന് ഇദ്ദേഹം എന്താക്കി, ഈ ഒരു ഇതും കൂടി കംപ്ലൈൻറ്റും കൂടി കൊടുക്കാനുള്ള കാരണമുണ്ട്. ഇവിടെ രണ്ട് തരത്തിൽ പൈസ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വീട് പണയം വെച്ചാണെങ്കിൽ അതിൻ്റെ പണയം വെച്ച ഡോക്യുമെൻ്റ് ഉണ്ട്, അവർക്ക് കൊടുത്തു. ലോൺ എടുത്തതാണെങ്കിൽ ലോണിൻ്റെ പൈസ ഉണ്ട്, അതെടുത്തിട്ട് ആ പൈസ കൊടുത്തു. ഇനിയിപ്പോൾ അവർ അക്കൗണ്ടിലുള്ള പൈസ ആണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് അവർ ട്രാൻസ്ഫർ ചെയ്തു, അതെല്ലാം പ്രൂഫായി. ഇനിയിപ്പോൾ ഗൾഫിൽ നിന്ന് പൈസ അയക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അവർ അക്കൗണ്ടിലല്ലാത്ത, അല്ലെങ്കിൽ അവരെ ഒരു പ്രൂഫും കാണിക്കാൻ പറ്റാത്ത അങ്ങനത്തെ പൈസ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കുറേ പൈസ വരികയാണ്, അവിടെ അവർക്ക് അക്കൗണ്ട് ത്രൂ അല്ലാതെ വന്ന പൈസ അതും ഇതിൽ പോയിട്ടുണ്ട്. അതിനൊരു സംശയമില്ല. ആ ഒരു പൈസ ഈ ഒരു ഗണത്തിലാണ് ആ KK എന്ന് പറഞ്ഞ കൃഷ്ണകുമാർ പറഞ്ഞത് ഇതിലുണ്ട് എന്നുള്ളത്. അത് കള്ളപ്പണം, അത് തീവ്രവാദത്തിനോ കള്ളപ്പണത്തിനാണോ അത് എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു പൈസ പോയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യിച്ചിട്ടുണ്ട്. എത്ര ആളെ പൈസ നിങ്ങൾ ബൈ ഹാൻഡായിട്ട് വാങ്ങിയിട്ടുണ്ട്, എത്ര ആൾക്കാരുടെ പൈസ നിങ്ങൾ അക്കൗണ്ട് ത്രൂ വാങ്ങിയിട്ട്, എത്ര ആൾക്കാർ ലീഡർമാരുടെ കയ്യിൽ പൈസ കൊടുത്ത് ലീഡർമാരുടെ അക്കൗണ്ട് ത്രൂ നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇപ്പോൾ 7 മാസം കഴിഞ്ഞ് 8 മാസമായിട്ടായി ഇതിപ്പോൾ ഇതെല്ലാം ആയിട്ട് 8 മാസത്തിൽ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് കുറച്ച് ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം അഡ്മിൻ സോണിലാണ്, പക്ഷേങ്കിലോ അത് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ആൾക്കാരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ ഗ്രൂപ്പുകൾ അടിപൊട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് സത്യാവസ്ഥ മനസ്സിലായെന്ന് അവർ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരമല്ല കൊടുക്കുന്നത്, നിങ്ങളെ എതിര് സംസാരിക്കുന്നത് വായടക്കുകയാണ് ചെയ്യുന്നത്, ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ ലീഡർ ഗ്രൂപ്പിൽ ഞാൻ ഇത് വരുന്നുണ്ടായിരുന്നു, ഇത് ഹൈക്കോടതിൻ്റെ വിധി വരുന്നവരുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി വിധിയെ നമ്മൾ മാനിക്കണം. കോടതി വിധി വരുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോടതി വിധിയിൽ വന്നിട്ടുണ്ട്, അത് പക്കാമണി ചെയ്യാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സംഭവമാണെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കാര്യങ്ങൾ വേണം, നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് നമ്മൾ കേസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതാവും. അല്ലെങ്കിൽ ഞാൻ എന്താക്കുന്നത്, ഞാൻ എൻ്റെ സിസ്റ്റർ പേരിൽ എൻ്റെ ലീഡറുടെ പേരിലെല്ലാം കേസ് കൊടുത്ത് പോകേണ്ട ആവശ്യം വരും. അപ്പം നമ്മൾ ഒന്നിച്ചാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോവാന്ന് പറഞ്ഞു. അന്നേരം എന്താക്കി, ഞാൻ എന്താക്കി അവിടുന്ന് ഒരു റിപ്ലൈ തരാത്തതുകൊണ്ട് ഞാൻ നല്ല 2 ഡയലോഗ് അടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഇങ്ങനത്തെ ഒരു ഉപകാരമില്ലാത്ത ഗ്രൂപ്പ് ഞാൻ നിന്നിട്ട് എന്താ കാര്യം? കാരണം എന്ന് വെച്ചാൽ അത് ഒരു ഇതും ചെയ്യുന്നില്ല. ഇപ്പം നടക്കാൻ പോകുന്ന പറഞ്ഞാൽ ഭൂരിപക്ഷം ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ലീഡർമാർ ഒരു ആക്ഷൻ എടുക്കൂല. അന്നേരം എന്താക്കി, ഇതിൽ ഒന്നും അറിയാത്ത ആൾക്കാർ, പൈസ നഷ്ടപ്പെട്ട ആൾക്കാർ, അവരെന്താക്കി അവരുടെ പൈസ പോയിക്കോട്ടെ, ഒരു ഇതില്ല. ഇവർ നാളുകൾ നീട്ടി ഇങ്ങനെ പോകുന്നേരം വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനൊത്തില്ല. പിന്നെ ഇതിനകത്ത് വാദിക്കാൻ വരുന്ന ഭൂരിപക്ഷം ആൾക്കാർ നല്ല പൈസ ഉണ്ടാക്കിയ ആളുകളാണ്, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയ ആളുകളൊക്കെയാണ് ഇതിൽ വാദിക്കാൻ വരുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്ത് ജോയിൻ ആയ ആൾക്കാരാണ്. കൊറോണ സമയത്ത് വേറൊരു വരുമാനം ഇല്ലാത്ത ആ ഒരു സമയത്ത് ഈ കമ്പനിയിൽ കയറിയാലും അവർക്ക് ഈ കമ്പനി കുഞ്ഞമ്മ, മൂത്തുമ്മ, ഉമ്മാമ്മ, വെല്ലുമ്മ എല്ലാം ആയിട്ടുണ്ടേനും. എന്നുവെച്ചാൽ ദൈവം പോലെ കേടിയും പിന്നെ സീനയും ദേവിയും ദേവനെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതാക്കാൻ പറ്റില്ല. 800 രൂപ ഇട്ടിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഈ കമ്പനീനെ വാദിക്കാണ്ട് പിന്നെ എന്ത് ചെയ്യും? ഇത് വലിയ കുറേ അംഗങ്ങളുണ്ട് കേട്ടോ, കുറേ അംഗങ്ങളുണ്ട്. ആയിരിച്ചില്ല ചില്ലർ എന്നല്ല. ഞാൻ അതിൻ്റെ പ്രത്യാഘാതം കൂടി മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇതൊന്നും പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ യൂട്യൂബിലൊന്നും കാണില്ല. ഇതിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, അത് കട്ട് ചെയ്തിട്ട് ആയിരിക്കും ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇവിടെ ചില വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ മനസ്സിൽ നേരത്തെ ആലോചിച്ച് വെച്ച കുറേ വാക്കുകളുണ്ടായിരുന്നു, ഒന്നും കിട്ടുന്നില്ല. ഇനി ഇപ്പം സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലീഡർമാർക്കെതിരെ കുറേ 2-3 ജില്ലകളിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഓട്ടവും ചാട്ടവും പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പുകളിൽ അടിയും പിടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുള്ളത് ചോദിച്ചു. ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന തന്നെ നിർത്തിയാണ്. ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ നിർത്തിയത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കുറേ ആൾക്കാർ പ്രകോപിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ പറ്റിയ പോലെ നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങൾ വിശ്വസിച്ച് അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പൈസ നിങ്ങൾക്ക് നഷ്ടം. നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടിയും പറയാൻ പോവുകയാണ്. 2 തരം ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹൈറിച്ചിന് ഇന്നും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ. അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ അന്ധമായിട്ട് തന്നെ വിശ്വസിക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ പൈസ, നിങ്ങളെ വിശ്വാസം, നിങ്ങളെ ബുദ്ധി നിങ്ങളെ നന്നാക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇന്നും വിശ്വസിക്കാത്ത ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ഇന്ന് ഒരിക്കലും അമാന്തിക്കരുത്. നിങ്ങൾ അതിനെതിരെ, അതായത് നിങ്ങളെ പൈസ കിട്ടേണ്ടില്ല വഴി നിങ്ങൾ നോക്കുക. ഇനി വഴി നിങ്ങൾ നോക്കുക, എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ശരി അതേപോലെ ചോദിച്ചാൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നത് എനിക്കെന്താ ലാഭം, നിങ്ങൾ കേസ് കൊടുത്ത് എനിക്കെന്താ നഷ്ടം, നിങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ പോയി പണിയൊക്കെ പറ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന് പറയും, നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അതിനെന്താ വേണ്ട വഴി അത് നിങ്ങൾ നോക്കുക. ഞാൻ പറയാനുള്ള കാരണമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇത് ആ നെഗറ്റീവ് ഗ്രൂപ്പുകാരപ്പം ഇങ്ങനെ കൂടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഇങ്ങനാന്ന്. അതൊന്നുമല്ല. അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ പോയി അതിനെതിരെ കേസ് കൊടുക്കണം, ലിയബിലിറ്റി ലിസ്റ്റ്, ആ ലിസ്റ്റ് എടുത്തിട്ട് അതോറിറ്റിക്ക്, അതിനായിട്ടുള്ള കോമ്പറ്റന്റ് അതോറിറ്റി കൊടുക്കണം. എന്നിട്ട് അത് ലിയബിലിറ്റി ലിസ്റ്റിൽ വരണം. എന്നിട്ട് കേസും കാര്യം കൊണ്ടാൻ വേണ്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ലിയബിലിറ്റി ലിസ്റ്റ് നിങ്ങളെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അത് ഇനി എത്രത്തോളം ആൾക്കാർ കിട്ടുമോ എത്രത്തോളം ആൾക്കാർ കിട്ടൂലേ അതൊന്നും എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിന് വലിയ പൈസയും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഞാൻ കേട്ടറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇനി എന്ത് പറഞ്ഞാലും ഇനി എന്തുണ്ടെങ്കിലും പറഞ്ഞോ, ഞാനെല്ലാം ഓപ്പണായിട്ട് പറയാം. എനിക്കൊന്നും മറക്കാനൊന്നും ഇല്ല, എനിക്കൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ.
ഇനി അയ്യൂബ് ഖാനല്ല ഇനി ഭീഷണി വന്നാലും ശരി, ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ചില ആൾക്കാരോട് ആരോടും വിരോധമില്ല, എനിക്ക് ആരോടും ഇതില്ല. അതേപോലെ തന്നെ ഹൈറിച്ചിനെ എതിർക്കുന്ന ആൾക്കാരോട് എനിക്ക് ആരോടും വിരോധമില്ല, ഇതുമില്ല. നിങ്ങളൊന്നും ഞാൻ നേരിട്ട് കണ്ടില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുക്കേണ്ട ആവശ്യം? പിന്നെ നെക്സ്റ്റ്, പിന്നെ നിങ്ങൾ തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾ തന്നെയാണ് ഈ ഹൈറിച്ചിനെ വാദിക്കുന്ന ആൾക്കാർ തന്നെ. നിങ്ങൾ എരികൂട്ടി പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ എതിർഭാഗം ആ എരികൂട്ടിയതിൽ തിരിച്ച് പ്രതികരിച്ചതാണ് എല്ലാ പ്രശ്നങ്ങളും. പിന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ കേസായി, കുണ്ടാമണ്ടായി, കുറേ ആയി, എന്തായി? നമ്മളെ പൈസ പോയി. അത്ര തന്നെ. ബൈ.